അവനിപ്പോ നന്നായി മാറിയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ്. ഇനി മേലെ നീ കുടിച്ചിട്ട് വന്ന് എന്നോട് മിണ്ടണ്ട. ഒന്നും മിണ്ടാതെ നേരെ റൂമിലേക്ക് പോകും. അഥവാ നിന്നെ ഈ കോലത്തിലെങ്ങാൻ പുറത്ത് കണ്ടാലുണ്ടല്ലോ, ഈ വീട്ടിൽ നിന്ന് നിന്നെ ചവിട്ടി പുറത്താക്കും. ഫോട്ടോ വീട് ചേട്ടാ, എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? അല്ല, നീ നാടകമാണ് ചെയ്യുന്നതെന്ന് അമ്മൂമ്മയ്ക്ക് മനസ്സിലായില്ലല്ലോ, പിന്നെന്താ? അത് ശരി, ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയൊക്കെ ആയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. കടലിന്റെ തീര പോലെ കഥകൾ ഇങ്ങനെ നേർന്നു വന്നോണ്ടിരിക്കുകയാണല്ലോ. അല്ല, ചേട്ടനും റൗഡി ബേബിയും കപ്പിളാണോ? ഇതിനേക്കാളും വലിയ എന്റർടൈൻമെന്റ് ഇനി എന്താ വേണ്ടത്? അടിപൊളിയായിട്ടുണ്ട്. നിനക്ക് നല്ല രസമായിരിക്കും. എന്താന്നറിയോ, നീയും അവളും ഒരേ പാർട്ടിയാ. അല്ല, നീ ഇത്ര ടെൻഷൻ അടിക്കാൻ എന്താ ഇവിടെ നടന്നേ? അല്ല പിന്നെ, ഇനി അങ്ങോട്ട് റിയൽ ആയിട്ട് നടക്കാൻ പോകുന്നത് ഇപ്പൊ റിയൽ ആയിട്ട് നടക്കുന്നേ ഉള്ളൂ. You guys are going to your destiny, bro. Shut up, വിക്രാന്ത്. ആദ്യ, നീ ഇരുന്ന് ചിരിച്ചോ. നീയല്ലേ എന്നെ ഇങ്ങനെ സിറ്റുവേഷനിൽ എത്തിച്ചേ. നിനക്ക് അവളെ മാത്രം കിട്ടിയുള്ളൂ അല്ലേ? ഓ പോത്ത്, മരക്കഴുത, പ്രാന്തി, അവള് മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ അല്ലേ? തമാശക്കാണെങ്കിൽ അവളുടെ കൂടെ ആക്ട് ചെയ്യാൻ പോലും എനിക്ക് പേടിയാ. ചേട്ടാ, ഇനി അങ്ങോട്ട് അവള് ചേട്ടന്റെ ഭാര്യ ആവുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ ഇതൊക്കെ സഹിക്കേണ്ടി വരല്ലോ ചേട്ടാ. അതിനെപ്പറ്റി ആലോചിച്ചോ? വിക്രാന്ത്, നീ ഇനി എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടല്ലോ, നിനക്ക് നല്ല അടി കിട്ടുവേ. ചേട്ടാ, കുറച്ചു ദിവസം മാത്രമല്ലേ ഉള്ളൂ. വിക്കി ചേട്ടന്റെ മാരുതിയുടെയും കല്യാണം അടുത്ത് വരാറാവുമ്പോ നമുക്ക് അമ്മൂമ്മയെ വിളിച്ചു വരുത്തി എല്ലാം ക്ലിയർ ആയിട്ട് പറയാന്നേ. പക്ഷെ അത്രേ ദിവസം ആ ഡീജനെ സഹിക്കുന്ന കഷ്ടം ആദ്യ. ഡിജെയോ? ഡബ്ബ ജോക്കെന്ന് ചേട്ടൻ കണ്ടുപിടിച്ച ഒരു പുതിയ പേരാത്. ചിരിക്ക്. നിന്നെ വിക്രാന്തിനെ ആദ്യം അടിക്കുക വേണ്ടേ? എന്റെ ടെൻഷൻ എനിക്കല്ലേ അറിയൂ. നിങ്ങൾക്ക് ഇരുന്ന് ചിരിച്ചാ മതിയല്ലോ. അമ്മൂമ്മ എപ്പോഴും നിന്റെ മുന്നിൽ തന്നെ ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ? മുന്നിലുള്ളപ്പോ മാത്രം ആക്ട് ചെയ്താ പോരെ? അത് കഴിഞ്ഞ് നിനക്ക് നോർമലായി സമാധാനായിട്ട് ഇരിക്കാലോ. അതും സത്യമല്ലേ? അപ്പൊ മുത്തശ്ശിയുടെ കണ്ണു വെട്ടിച്ച് നടക്കണം. അതെന്തിനാ? നിനക്ക് റൗഡി ബേബിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ കളിയിൽ ഞാനില്ല. എടാ വിക്രാന്ത്, വാ, നിന്നെ ഡ്രോപ്പ് ചെയ്ത് തരാം. എന്താടി കാണിക്കുന്നേ? എന്റെ പുറത്തുള്ള ദേഷ്യമൊക്കെ ഇപ്പഴാണോ തീർക്കുന്നേ? ഒന്ന് പതുക്കെ ചെയ്യ്. ഇതൊക്കെ ഒരു അടിയാണോ? 6 മാസം മുമ്പ് എന്തായിരുന്നു? ഇപ്പൊ ഈ 3 ചേച്ചിമാരുടെ ചെറിയമ്മ പോലെ ആയിട്ടുണ്ട് നീ. മോളെ, നീ ഉണ്ടായിരിക്കണമായിരുന്നു. എന്ത് രസമായിരുന്നെന്ന് അറിയോ? വിക്കി ചേട്ടന്റെ അമ്മമ്മ എന്തൊക്കെയോ ചെയ്തിട്ട് ചേച്ചിയുടെ കയ്യിൽ വളയിട്ട് കൊടുത്തു. ഒന്ന് വെറുതെ ഇരിക്കാവോ മോരെ കഴുതകള്? ഇതെന്താ റിപ്പീറ്റ് ടെലികാസ്റ്റ് ആണോ? വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുവാണല്ലേ. എന്റെ തലയിൽ അടിക്കുന്നോ? എവിടെ കഴിഞ്ഞു എന്ന് എന്റെ അമ്മ പറയുന്നേ. അമ്മൂമ്മ ഇന്ന് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് നേരത്തെ എന്നെ വിളിച്ചപ്പോ വിക്കി എന്നോട് പറഞ്ഞതാ. നിങ്ങൾക്കൊക്കെ കുറച്ച് കൂടുന്നുണ്ടേ. എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്താലേ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോവാ, അത്ര തന്നെ. മുത്തശ്ശി, ഞാൻ ആദ്യം ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. പോയിട്ട് വരാം മുത്തശ്ശി. ആദ്യ, രാവിലെ തന്നെ നീ പോയി റെഡിയായി വരൂ. നിന്റെ വീട്ടിലേക്കും അമൂല്യയുടെ വീട്ടിലേക്കും ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വാട്ട്? അമൂല്യയുടെ വീട്ടിലേക്കോ? എന്തിനാ മുത്തശ്ശി? ആദ്യ, എന്താ ഇവനിങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല വേദാന്തേ, നമ്മളെ കൂടാതെ ആരതി, അമൂല്യ, അവളുടെ അനിയത്തിമാര്, നീ, വിക്കി, ആദ്യ, സിദ്ധാർത്ഥ് എല്ലാരും ചേർന്നൊരു പിക്നിക്കിന് പോവാൻ പോവാ. പ്രഭാകരൻ പറഞ്ഞ പോലെ
നിങ്ങൾക്കിടയിൽ സത്യമായ പ്രണയമുണ്ടോ ഇല്ലയോ എന്നൊന്നോ അറിയണമല്ലോ. ആവി വന്നില്ല. ഏയ് എന്താണെന്ന് അറിയില്ല, എന്തുകൊണ്ടെന്ന് അറിയില്ല. ആവി വന്നില്ല, ആവി വന്നില്ല. എന്താണെന്ന് മക്കളെ വിക്കിയുടെ മുത്തശ്ശി വിളിച്ചിരുന്നു. അവരെന്തിനാ അച്ഛനെ വിളിച്ചത്? അയ്യോ, നിങ്ങളും ആദ്യയും സിദ്ധാർത്ഥും വിക്കിയും വേദാന്തും എല്ലാവരും ചേർന്ന് പിക്നിക്കിന് പോണോ അത്രേ. അതിനെ വിളിച്ച് നിങ്ങളെ വിടുവെന്ന് ചോദിച്ചു വിളിച്ചതാ. എന്താ ചേച്ചി പറയുന്നേ? പിക്നിക്കോ? അതും ഞാന്? ആ അഹങ്കാരി കൊരങ്ങന്റെ കൂടെയോ? നീ എന്തിനാ വേദാന്തിന്റെ പേര് കേൾക്കുമ്പോ എപ്പോഴും ഇങ്ങനെ ഡിസ്റ്റർബ് ആകുന്നേ? അവളുടെ സ്വഭാവം അച്ഛൻ അറിയില്ലേ? അതൊക്കെ വിട്. നമ്മൾ എല്ലാരും പിക്നിക്കിന് പോകുന്ന കാര്യം ഉറപ്പിച്ചോ? നിങ്ങൾ എല്ലാരും വരുമല്ലോ അല്ലേ? എടി മിണ്ടാതിരിയടി. പിക്നിക്കിന്റെ ആവശ്യമൊന്നുമില്ല. പിക്നിക്കിന് ആദ്യമായിട്ടാണോ കേൾക്കുന്നേ? അവന്റെ സ്വഭാവം അങ്ങനെ ആയോണ്ടാ ഞാൻ അവനെ അങ്ങനെയൊക്കെ വിളിക്കുന്നേ. കള്ളക്കിളവി, നിനക്ക് ഐസ്ക്രീം കഴിച്ചാൽ പല്ല് പോവെങ്കിൽ നീ വല്ല ലോലിപോപ്പ് നിന്നെ, അല്ലാതെ ഞങ്ങളുടെ കഞ്ഞിയിൽ എന്തിനാ പാറ്റിയിടുന്ന? ശരിയാ ചേച്ചി, ചില സമയത്ത് ചേച്ചി പറയുന്നത് പോലെ ഇവളൊരു പാവമാണെന്ന് തോന്നും. ചേച്ചിയാ പഴയ അമ്മൂമാരെ പോലെ. എടി പൊട്ടി മരക്കഴുതകളെ, നീയൊക്കെ പറയുന്ന സത്യം തന്നെയാ. നിനക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരിക്കാമോ? എപ്പോ നോക്കിയാലും ഇങ്ങനെ പൂരപ്പറമ്പ് പോലെയാണല്ലോ. എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം എന്താ? അച്ഛാ, അത് എന്താ കാര്യം പറയൂ. വിക്കിയുടെ മുത്തശ്ശി ഫോൺ ചെയ്ത് അവര് പിക്നിക്കിന് പോവാന്ന് പറഞ്ഞു. നിങ്ങളോടും വരാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞേ? ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ചുമ്മാ പറയുന്ന അച്ഛൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ ചെയ്യാറ്. അച്ഛൻ എങ്ങും കൊണ്ടുപോയില്ല, ആരുടെ ഒപ്പം വിടുകയില്ല. സ്കൂൾ ട്രിപ്പിലും ഒരുപാട് കാശാവൂന്ന് പറഞ്ഞ് എന്നെ വിട്ടില്ല. വരില്ല എന്ന് പറഞ്ഞത് ഞാനും നിന്റെ അമ്മയാ, നിങ്ങളല്ല. അപ്പൊ നമ്മളെല്ലാരും പോകുന്നുണ്ടോ? നമ്മളെല്ലാരും അല്ല, നിങ്ങൾ മാത്രം. നീ എന്താ വരാത്തെ? എടി കഴുതേ, മുതുക്കികൾ ആരെങ്കിലും പിക്നിക്കിന് വരുമോ? കൂട്ടത്തിൽ ചേരാത്തതിനെയൊക്കെ അങ്ങോട്ട് ആക്കി വിടണം. വീട്ടിൽ ഇരുന്ന് മൊരടിക്കട്ടെ. എടി, നിന്നെ ഞാനൊന്ന് കൊല്ലോടി. അതിന് നിങ്ങളോട് ഞങ്ങള് വരാൻ പറഞ്ഞില്ലല്ലോ. എടി, എടി, ഒന്ന് വെറുതെ ഇരിക്ക്. മനസ്സമാനന്താ പിള്ളേരെ? പറയുന്നത് മുഴുവൻ കേക്ക്. മുഴുവൻ കേൾക്കാതെ വെറുതെ ഇങ്ങനെ വഴക്കിടുക. നിങ്ങൾ പോകുന്നത് പിക്നിക്കിനാണെങ്കിൽ കൂടി മുത്തശ്ശി എല്ലാവരോടും കുട്ടികളോടൊപ്പം അമ്പലത്തിൽ പോവാന്നൊക്കെ പറഞ്ഞിരിക്കുന്നേ. അച്ഛാ, അമ്മയും അച്ഛനും കൂടി അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെ മോളെ, ഞാനും നിങ്ങളുടെ അമ്മയും കല്യാണക്കുരുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാനിരിക്കുക. പിക്നിക്കിനെ കുറിച്ച് അമ്മ എന്താ പറഞ്ഞത്? എന്തു പറയാനാ, എല്ലാവരും പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. മുത്തശ്ശി പയ്യന്റെ വീട്ടുകാരാണ്. നിങ്ങളെ എല്ലാവരും ഒറ്റയ്ക്ക് വിടുകയാണ്. നല്ല രീതിയിലൊക്കെ പെരുമാറിക്കൊള്ളണം. ജോൺ വഴി അച്ഛാ, ഈ മുതുക്കി വീട്ടിലിരിക്കുന്ന കൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നിങ്ങളുടെ അമ്മ മാത്രമാ. അമ്മ നിങ്ങളുടെ കൂടെ വന്നോളൂ. What? അയ്യോ ചേച്ചി, ചേച്ചി വരുന്നുണ്ടോ? എന്നാ വാട്ടോ. അച്ഛാ, അമ്മു, നീ മാത്രം പോകാതിരുന്ന മുത്തശ്ശി സങ്കടപ്പെടൂലേ? അവരിവിടം വരെ വന്ന് നിനക്ക് വളയൊക്കെ തന്നിട്ട് പോയതല്ലേ, അത് ഓർക്കണ്ടേ? അതെല്ലാം ചെയ്തത് അവർക്ക് നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. പോയിട്ട് വാ മോളെ. എനിക്ക് നല്ല പണിയാ കിട്ടിയേക്കുന്നെ. അമ്മൂമ്മയുടെ മുമ്പിൽ ഞാനും ആ അഹങ്കാരിയും കുറച്ചു നേരം അഭിനയിച്ചപ്പോഴേക്കും ഞാൻ ആകെ തളർന്നു പോയി. അപ്പൊ പിന്നെ നാളത്തെ ഒരു ദിവസം മുഴുവൻ അഭിനയിക്കേണ്ടി വന്ന. ചേട്ടാ, നാളത്തെ പ്ലാൻ എന്താണെന്ന് ചേട്ടൻ അറിയാലോ അല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. ഓരോ ദിവസവും എന്തൊക്കെ പ്രശ്നങ്ങളാ നോക്ക്. ബ്ലഡി ഡിസ്കസ്റ്റിംഗ്. നീ ഓവറായിട്ട് തിങ്ക് ചെയ്യണ്ട വിക്രാന്ത്. അതല്ല ചേട്ടാ, കാര്യം എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ റൗഡി കൊച്ച് ഒരു പാവന്നേ. അവൾ എന്തവസ്ഥയിലാണെങ്കിലും നിന്റെ കൂടെ നിന്നിട്ടുള്ളേ. പെണ്ണിന്റെ കംപ്ലൈന്റില് ഏത് രാത്രിയാണോ ഹാരാസ്മെന്റ് നടന്നോ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ രാത്രി മുഴുവൻ വേദാന്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ല ആൾക്കാരോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? അത് മാത്രമല്ല, അവളെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ.
ചേട്ടൻ ഒരു തവണ അവളിങ്ങനെ നടന്നു വരുന്നെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്തിനാ ഇമാജിൻ ചെയ്യുന്നത്? എനിക്കൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നൊന്നും വാശി പിടിച്ചിരിക്കില്ല ഏട്ടാ. ഞാൻ പറയുന്നത് സിമ്പിൾ ആയിട്ടൊന്ന് ഫോളോ ചെയ്യും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കേ. DJ എന്ന് വെറുതെ വിളിക്കുന്നതല്ല. അവള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാ. പറയുന്ന ശുദ്ധ മണ്ടത്തരമാണെങ്കിലും കോൺഫിഡന്റ് ആയി സംസാരിക്കും അവള്. അവളൊന്ന് വീഴാൻ പോയി കഴിഞ്ഞാ അത് ആരെങ്കിലും കണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചമ്മിയ മുഖത്തോടെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അവള് നോക്കും. ഞാനൊന്ന് വെറുതെ ഇമാജിൻ ചെയ്യാൻ പറഞ്ഞപ്പോ ചേട്ടൻ ഇവിടെ സാഹിത്യം വിളമ്പുവാണല്ലോ. അവള് വെറുതെ നിന്നാ തന്നെ അവളുടെ മുടി കാറ്റിൽ പറക്കും. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. എന്തൊക്കെയാ നടക്കുന്നത്? അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. മുടി മുഖത്തേക്ക് വീഴും. അവളത് ഓതും. അത് കാണാൻ നല്ല ഭംഗിയാ. അത് കൈകൊണ്ട് മാറ്റാതെ അവൾ ഓതി ഓതി ഓരോ സർക്കസ് കാണിക്കാൻ തുടങ്ങും. പക്ഷെ ആ അറ്റംപ്റ്റും ഫെയിലാവും. എന്നിട്ട് അവസാനം സഹിക്കിട്ട് അവള് കൈ കൊണ്ട് തന്നെ മാറ്റും. മഹർഷിമാര് പറയുന്നത് സത്യം തന്നെയാ. ഈ സ്നേഹിക്കുന്ന പെണ്ണെങ്ങാനും മുന്നിൽ വന്ന് നിന്നാ എത്ര വലിയ ദേവേന്ദ്രനാണെങ്കിലും അവന്റെ തപസ് മുടങ്ങും. അവള് പക്ക റൗഡി ബേബി തന്നെ. അവളെ മാറ്റാൻ ആർക്കും പറ്റില്ല. സൈക്കോ വുമൻ. അവളെ പോലൊരു പെൺകുട്ടി അവള് മാത്രമേ കാണൂ. അവള് നല്ല ധൈര്യശാലിയാ. സിറ്റുവേഷൻ എത്ര സീരിയസ് ആണെങ്കിലും അവളത് ഈസിയായി ഹാൻഡിൽ ചെയ്യും. ഡബ്ബ ജോക്ക് തന്നെയാ അവള്. DJ. ക്രേസി വുമണാ അവള്. അവളുടെ കണ്ണിലേക്ക് നോക്കിയ തന്നെ. ചേട്ടൻ പറ, അവളൊരു തവണ ചിരിച്ചു കഴിഞ്ഞാ ചേട്ടന്റെ കാര്യം കഴിഞ്ഞു അല്ലേ? ഉഷടാ, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ആഹാ, ഞാനിവിടെ എന്താ ചെയ്യുന്നെന്നാ? ഹലോ, ഞാനാ നിങ്ങൾ ഇമാജിനേഷനോട് പറത്തിവിട്ടെ. പാലം കടന്ന് അപ്പുറം എത്തിയപ്പോ നമ്മളൊന്നും വേണ്ടാതായല്ലേ? ഷടാ, എന്റെ പെണ്ണാണിത്ര അവള്. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് തലയ്ക്ക് സുഖമില്ലേ? എന്റെ വായടക്കാൻ നിനക്ക് പറ്റും, പക്ഷെ സ്വന്തം മനസ്സ് പറയുന്ന പോലെ അനുസരിക്കാൻ നിനക്ക് പറ്റില്ലല്ലോ, അല്ലേ ചേട്ടാ? മിണ്ടാതിരിക്കുന്നോ അതോ ഞാൻ ചവിട്ടി പുറത്താക്കണോ? ഡെമോ കാണണോ നിനക്ക്? കാണണോ? ചേട്ടാ, കൈവിടി ചേട്ടാ, വേദനിക്കുന്നുണ്ടോ? അത് തന്നെയാ ഞാൻ ചെയ്തേ. കള്ളൻ. ഇപ്പൊ എന്ത് പറഞ്ഞാലും അവളാണല്ലോ. ഇനി മുതല് നീ പിടിക്കേണ്ടത് എന്റെ കൈയല്ല, അവളുടെ കയ്യില. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മിങ്കിളാവാൻ നോക്ക്. അപ്പൊ നിങ്ങളുടെ ഇമാജിനേഷൻ പെട്ടെന്ന് റിയലാവും. ഈ സിംഗിളിന് സ്റ്റാറ്റസ് ഇടുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. വേഗം വേഗം പായ വിരിക്കുന്നവര് പെട്ടെന്ന് വിരിക്കും. അമ്മു, മുത്തശ്ശിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായെന്നാ തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഇത്രയും നല്ല വളകൾ തന്നത്. എടി, ചെയ്ത പണി എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റില്ല. ഇന്നത് നീയാ വിരിക്കേണ്ടിയിരുന്നേ. എടി, കോർക്കരുതേ, അടങ്ങിയിരിക്കടി. ഇന്ന് ശരിക്കും നീ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കുറച്ചെങ്കിലും നന്ദി കാണിക്കും, പാർട്ട കിളവി. എടി ലേറ്റ് അഹങ്കാരി കൊരങ്ങേ, കുറച്ചൊക്കെ ശരീരം അണിഞ്ഞ് പണിയെടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലത്. എന്നാ പിന്നെ നീ തന്നെ ചെയ്യ്. എടി അഹങ്കാരി,
നിന്റെയൊക്കെ പണികളെ ഞാൻ 1000 തവണ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. എടി ലേറ്റ് അഹങ്കാരി കൊരങ്ങ. അയ്യോ അയ്യോ എടി മഹാഭാവി, പറഞ്ഞു പറഞ്ഞു നീ എന്നെ കൊന്നല്ലേ? ലേറ്റ് എന്ന് വെച്ചാ മരിച്ചു പോയവരെ വിളിക്കുന്ന. ചത്തുപോയവരെ എപ്പോഴും പ്രേതമായിട്ട് മാറുന്നേ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ അങ്ങനെ വിളിക്കുന്നത്. ചേച്ചി ചേച്ചി, നീ ഇവരുടെയൊക്കെ കൂടെ ചേർന്ന് എന്നെ കളിയാക്കുവാണല്ലേ? ഇത് വല്ലാത്ത കഥയായല്ലോ. ഞാൻ എപ്പോഴും നിന്നെ കളിയാക്കിയത്? ഞാൻ ആ വളകൾ കൊള്ളാന്ന് മാത്രല്ലേ പറഞ്ഞുള്ളൂ. കൂട്ടത്തില് മറ്റൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നു. അത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. എന്താ ഈ ആലോചിക്കുന്നേ? ഇനിയും കളിയാക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോന്നാണോ? അതെന്താന്ന് എനിക്ക് കാര്യം മനസ്സിലായി. നിനക്ക് മനസ്സിലായോ? അതെ, ഇവര് രണ്ടാളും ഒരേ വീട്ടിലേക്ക് പോയാൽ എന്ത് നല്ലതായിരിക്കുന്നല്ലേ നീ ചിന്തിച്ചത്? നിനക്കെങ്ങനെ ഇതൊക്കെ മനസ്സിലായത്? നമുക്ക് 4 ജീവനുണ്ടെങ്കിലും ഒരേ ആത്മാവാണ് ചേച്ചി. ടെലിപ്പതിയാ വർക്കാവുന്നേ. ആഹാ, കൊച്ചുവായില് വലിയ വർത്തമാനം പറയുന്ന കേട്ടില്ല അഹങ്കാരി. ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നല്ലേ? Shut up! Nonsense, disgusting. ഡിസ്കസ്റ്റിംഗ്. ഇതെന്താ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്നേ? ആരതി ചേച്ചി, ഈ വള എനിക്കൊരു തലവേദന ആവുന്നാ തോന്നുന്നേ. എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി പോലെ എനിക്ക് തോന്നുന്നേ. ഇത്ര കഷ്ടപ്പെടുന്ന എന്തിനാ? ഇഷ്ടമല്ലേ ഊരി വെച്ചേക്ക്. അല്ലാതെ കഷ്ടമാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി തന്ന വാള കൈ തന്നെ ഇട്ടോണ്ട് നടക്കുന്ന എന്തിനാ? എടി മറക്കരുതേ, നിനക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എല്ലാം ശരിയായിട്ട് തന്നെ പറഞ്ഞ. ആദിതി ചേച്ചി പറഞ്ഞത് എല്ലാം കറക്റ്റാ. ആഹാ, നീയും തുടങ്ങിയോ? നീയും വലിയ ഡ്രാമാക്യോൻ തന്നെയാ. കുറച്ചു നേരം അവളുടെ കൂടെ, പിന്നെ കുറച്ചു നേരം എന്റെ കൂടെ. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നൂടെ നിനക്ക്? അതിഥി പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? നിനക്ക് താല്പര്യമില്ലെങ്കിൽ അതങ്ങോട്ട് ഊരി വെക്ക്. മതി, എല്ലാരും പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ. എടി കോവർ കഴുതേ, പോയി കിടന്ന് ഉറങ്ങടി. കഥ പറഞ്ഞ രാത്രി ഉറങ്ങാനും സമ്മതിക്കില്ല. അവളൊരു ഡ്രാമക്ക് നിന്റെ കിടന്ന് ഉറങ്ങടി. നിന്നെ ഞാൻ ചവിട്ടി ദൂരെ കളയും. നീ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന കാര്യമില്ല അമ്മു. നിനക്ക് ആ വള ഇഷ്ടമില്ലെങ്കിൽ അതങ്ങോട്ട് ഊരി വെച്ചേക്ക്. മുത്തശ്ശിയെ കാണുന്ന സമയത്ത് അത് എടുത്തിട്ടാ മതിയല്ലോ. എടാ വിക്രാന്തേ, അവരെല്ലാം വിളിച്ചോണ്ട് വരാൻ വേണ്ടി വേദാന്ത് പോയിട്ടുണ്ടല്ലോ അല്ലേ? എന്താടാ? എന്തിനാടി എന്റെ പുറകെ വന്ന് നിൽക്കുന്നത്? എനിക്ക് പുറകില് മാറി ഒളിച്ചു നിന്ന് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കേ. എല്ലാരും അമ്പലത്തിലേക്ക് പോണെന്ന് പറഞ്ഞല്ലോ. വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാനുള്ള മര്യാദ പോലും ഇവിടെ ആർക്കും ഇല്ലേ? വേദാന്ത് എവിടെ? ഈ അമ്മയ്ക്ക് എല്ലാ കാര്യത്തിനും നല്ല ടൈമിംഗ് ആണല്ലോ. പോകുന്ന ഇടത്തെ പറ്റിയെല്ലാം നിന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മുത്തശ്ശിയും കൊച്ചുമക്കളും ജോളിയായിട്ട് പോയിട്ട് വന്നോളും. വേദാന്ത് ആദ്യം വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോയതാണ്. അത് ശരി. അല്ല, ഞാൻ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഒരു കാര്യമുണ്ട്, ബന്ധുക്കളാകാൻ പോകുന്ന ആരതിയുടെ അച്ഛനും അമ്മ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് വരുമ്പോ നീ ഇവിടെ തന്നെ ഉണ്ടാവേണ്ടതല്ലേ? അതുകൊണ്ടാ നിന്നെ വിളിക്കാത്തത്. വയസ്സായാലും മുത്തശ്ശിയുടെ പവറൊന്നും കുറഞ്ഞിട്ടില്ല. എന്തായാലും എന്റെ അമ്മയുടെ അമ്മയല്ലേ. അങ്ങനെയായിരുന്നോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? അമ്പലത്തിലേക്ക് വേറൊരു ദിവസം പോയാൽ പോരായിരുന്നോ?
നീ ഇവിടുത്തെ ഭർത്താവിന്റെയും മക്കളുടെയും കാര്യത്തിൽ മാത്രമാണ് അധികാരി, അല്ലാതെ എനിക്കല്ല. ഞാനേ നിന്റെ അമ്മയാണ്. നിന്നോട് എല്ലാ കാര്യവും പറയേണ്ട ആവശ്യമില്ല. മറ്റൊരു ദിവസത്തേക്ക് ഇത് വെച്ചാൽ അത് ശരിയാവില്ല. പിന്നെ കല്യാണത്തിന്റെ കാര്യങ്ങളുമായിട്ട് അങ്ങ് തിരക്കായി പോകും. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ അങ്ങനൊന്നും അല്ല ഉദ്ദേശിച്ചത്. അല്ലാന്നും ഇല്ല, ഇല്ലാന്നും ഇല്ല. നടക്കട കൊച്ചുമോനെ, എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയിരിക്കും. അല്ലാതെ പിന്നെ സീനിയർ സിറ്റിസന് റെസ്പെക്ട് കൊടുക്കണ്ടേ? വന്നേ മുത്തശ്ശി. ആ ആദ്യ, നമ്മളിപ്പോ അമ്പലത്തിലേക്ക് പോവാണെന്ന് പറയണോ അതോ പിക്നിക്കിന് പോവാണെന്ന് പറയണോ? ഇതാണ് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം. രാത്രിയല്ല രാമായണം കേട്ടിട്ട് കുംഭകർണൻ രാവണന്റെ അനിയനാണോ രാമന്റെ അനിയനാണോ എന്ന് ചോദിച്ച പോലെ. എന്നാലും നീ ഒന്ന് പറയ്. ഈ വിഷയം ആരോടും പറയണ്ടെന്ന് അമ്മയും ചെറിയമ്മയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അമ്പലം എന്ന് പറഞ്ഞാ മതി. അതൊക്കെ ഓക്കെ, പക്ഷേ മുത്തശ്ശി എന്തിനാ നമ്മളെ പിക്നിക്കിന് കൊണ്ടുപോവാന്ന് പറഞ്ഞത്? എന്തായിരിക്കും കാരണം? അതൊന്നും എനിക്കറിയില്ല. നമ്മൾ ലേറ്റ് ആവുന്നു, വാ പോവാം. നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, അപശകനം പോലെ ഇവള് മുമ്പിൽ വന്ന് നിൽക്കുമെന്ന്. കണ്ടില്ലേ വന്ന് നിൽക്കുന്നത്? ഞാനൊരു അപശകുനായോ ഏട്ടത്തി? നിങ്ങൾ എല്ലാവരും പുറത്തു പോകാൻ തയ്യാറായി നിൽക്കുമ്പോ ഞാൻ മാത്രം ഇവിടെ ഇരിക്കണമെന്നാണോ? നോക്ക് ചേട്ടൻ എന്നോട് എന്താ പറഞ്ഞതെന്ന്. ആദ്യം നീ ഇവളെ വിശ്വസിക്കരുത്. നോക്കിക്കേ, സ്വന്തം ചേട്ടൻ പോലും എന്നെ വില്ലത്തിയായിട്ട് കാണുന്ന ഇതെല്ലാം കേൾക്കുമ്പോ എനിക്ക് വിഷമാവില്ലേ? ഇങ്ങനെയൊക്കെ കാണാൻ ഞാൻ അത്ര ക്രൂരയാണോ? ചേച്ചേ അങ്ങനെയൊന്നുമില്ല. സിദ്ധാർത്ഥ്, നമുക്ക് ഇവളെയും കൊണ്ടുപോവാം. നിന്റെ ഒരു കാര്യം. ശരി വാ, അമ്മയോട് പറഞ്ഞിട്ട് പോവാം. വാ, ഓൾറെഡി ലേറ്റ് ആയി. നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാന്നാണ്. എന്നാൽ അമൂല്യം വേദാന്തും മുത്തശ്ശിയുടെ മുന്നിൽ നാടകം കളിക്കുക. അവരിരുവരുടെയും സ്റ്റോറി അമ്മൂമ്മ അറിഞ്ഞു കഴിഞ്ഞാ ഈ വിക്കിയുടെയും മാരുതിയുടെയും കല്യാണം പോലും മുടങ്ങും. അതുമാത്രമല്ല, നിങ്ങൾ പോകുന്ന റിസോർട്ട് ഏതാണെന്ന് വരെ എനിക്കറിയാം. ഇപ്പൊ ഞാനിവിടെ വന്ന് എന്നെയും കൂടെ കൊണ്ടുപോകുന്ന ചോദിക്കുന്നത് വരെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ പ്ലാൻ. ഇനി നിങ്ങൾ നോക്കിക്കോ, കോമഡി, സോറി ട്രാജഡി. എന്റെ പൊന്നു ദൈവമേ, ഈ വേദാന്തിന്റെ ഒപ്പം പോകാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങേണ്ടി വന്നു. ഇന്നീ ദിവസം മുഴുവൻ ഞാനല്ലാതെ എങ്ങനെയാ പെരുമാറുന്നേ? എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടേന്ന്. ഞാൻ പരകായ പ്രവേശം നടത്തി അറിയാതെ ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആയി കഴിഞ്ഞാ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് അഡ്വാൻറ്റേജ് എടുത്താ എന്താ ദൈവമേ ചെയ്യാ? ഇവിടെ തന്നെ വന്ന് നിപ്പുണ്ടായിരുന്നോ ഇവൻ? ഞാനാണെങ്കിൽ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു. ഈ അഹങ്കാരി എങ്ങാനും കേട്ട് കാണൂ. എന്താ? താങ്ക് യു. അല്ല, ഞാൻ എന്തിനാ പേടിക്കുന്നേ? എന്തൊക്കെയാണെങ്കിലും ഞാൻ റൗഡി ബേബി അല്ലേ. ഇത് വെറും തേങ്ങ മിഠായി. കഴുത, എത്ര ജന്മം എടുത്താലും നീ എന്റെ ശത്രുവാ. നിന്നുണ്ടല്ലോ. എടി, നീ എന്തായി കാണിക്കുന്നേ? ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യേ.
ഏയ് ഏയ്